അയ്യപ്പ ജ്യോതിയെ ചൊല്ലി NDAയിൽ പൊട്ടിത്തെറി. അയ്യപ്പ ജ്യോതിയിൽ നിന്ന് BDJS വിട്ടുനിന്നു. തുഷാർ വെള്ളാപ്പള്ളിയും പങ്കെടുത്തില്ല. ഇന്നലെയാണ് അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കണം എന്ന അറിയിപ്പ് ലഭിച്ചതെന്നും കൂടിയാലോചനയ്ക്ക് സമയം ലഭിച്ചില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് എത്തണമെന്നുള്ള അറിയിപ്പ് കിട്ടിയത്. അത് പറയുന്ന സമയത്ത് NDAയുടെ കൂടെ നിന്ന് സമരം ചെയ്യാനാണ് BDJSന്റെ എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. അപ്പൊ NDAയുടെ നേതൃത്വം നടക്കാത്തൊരു പരിപാടിക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം പങ്കെടുത്തില്ല എന്നുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം എല്ലാ മേഖലകളിലും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കന്മാർ കുറെ ആളുകൾ പങ്കെടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു പരിപാടിയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടി തീരുമാനം വേണമല്ലോ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഇല്ലാത്തത്തോളം കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പോകാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. വനിതാ മതിലിന് പിന്തുണ ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ. വനിതാ മതിലിൽ ജനങ്ങൾ അണിനിരക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിലായാലും ക്ഷേത്രങ്ങളിലായാലും ഈ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രങ്ങളിൽ ഈ ഹിന്ദുക്കളെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നും ഞങ്ങളെ ജന്തുക്കളായി കാണുന്നില്ലേ? പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഇന്ന് അമ്പലത്തിൽ കയറാൻ സാധിക്കുന്നുണ്ടോ? ഒരു ശാന്തി നിയമനം ഇപ്പോൾ നടന്നിട്ട് പോലും തൃശ്ശൂർ 3 പേരെ കയറ്റിയോ ശാന്തിയായിട്ട്. അങ്ങനെ ഒരുപാട് ദുഃഖത്തിൻ്റെ കഥകൾ പറയാറുണ്ട്. ഞങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. പണ്ടൊന്ന് അനാചാരങ്ങൾ മാറിയില്ലേ? മാറ്റണം. ആചാരങ്ങൾ വേണം, അനാചാരങ്ങൾ മാറണം. ഉണ്ടാകും. ഞാൻ മതിലൊന്നും ഉണ്ടാകില്ല. പുരുഷന്മാർ മതിലിരിക്കുന്നത് ശരിയാണ്. പിന്തുണയുമായി ഞാൻ ഉണ്ടാകുന്ന പാതിരപ്പള്ളി ഉണ്ടാകും. ഷാജഹാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷാജഹാൻ, മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണങ്ങൾ ചിലതൊക്കെ വ്യക്തമല്ല, ചിലതൊക്കെ തീർച്ചയായും വ്യക്തമായി നിലപാട് ആവർത്തിക്കുകയാണ്. വനിതാ മതിൽ നവോത്ഥാനത്തിന്റെ അടയാളപ്പെടുത്തലാണ്, അതിനൊപ്പം ഉണ്ടാകും. പക്ഷേ ശബരിമലയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന നിലപാട് കൂടി പറയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് അതിന്റെ ഈ വനിതാ മതിലിന് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടക്കം മുതൽ തന്നെ വനിതാ മതിൽ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. കാരണം നമുക്കറിയാം, ഓരോ ജില്ലയിലെയും പ്രത്യേക കേന്ദ്രങ്ങളിൽ പ്രത്യേക ശാഖായോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ നവോത്ഥാന മതിലിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, എന്തായാലും അദ്ദേഹം അതിനോടൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിന് മതിലിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ആചാരങ്ങളൊക്കെ മാറണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിനുള്ള കാര്യം. കുറെ കാലങ്ങളായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ ആചാരങ്ങൾ വരാൻ പാടില്ല, പഴയ ആചാരങ്ങൾക്ക് മാറ്റം വരണം എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയത്. മാത്രമല്ല, വനിതാ മതിലിന് പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹകരണവും അതിന് പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. മകൻ തുഷാർ വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറിയോടൊപ്പം തന്നെ അദ്ദേഹവും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വനിതാ മതിൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മതിലല്ല. അതിന് SNDPയോടൊപ്പം അല്ലെങ്കിൽ SNDP നേതൃത്വം നൽകുന്ന ആ വനിതാ മതിലിനോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയും പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന അയ്യപ്പ BJPയും അതോടൊപ്പം തന്നെ RSSും ഒക്കെ തന്നെ രൂപം നൽകിയ നടപടികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൂടിയാലോചന നടത്താതെയാണ് BDJSനെയും മറ്റും അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാദങ്ങളും അദ്ദേഹം പൂർണ്ണമായിട്ടും നമ്മോട് പങ്കുവയ്ക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് BJP ഒരിക്കലും ഒരു കാര്യത്തിലും തങ്ങളുമായിട്ടൊരു കൂടിയാലോചന നടത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് BDJSനെ ഉൾക്കൊള്ളിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് BDJS അതിൽ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശരി, ഷാജഹാൻ വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കേരള ജനതയുടെ ഒരുമയെ തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതിനെ മറികടന്നു വേണം പുനർനിർമ്മാണം സാധ്യമാക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടായ പ്രവർത്തനമാണ് പുനർനിർമ്മാണത്തിന് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനകേന്ദ്രീകൃതമാവണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ചരിത്രവും സംസ്കാരവും എല്ലാം ജനങ്ങളുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാനാണ് ജനാവിഷ്കാര ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തിൻ്റെ ബാഹുല്യം പുറത്തു വന്നപ്പോൾ തന്നെ പുനർനിർമ്മാണം നമ്മുടെ മാത്രം ശ്രമം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമായിരുന്നു. കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്നത് അതിബൃഹത്തായ ഒരു കർത്തവ്യമാണ്. അതിന് കേരളത്തിലുള്ള അറിവുകളും ശേഷികളും വൈദഗ്ധ്യവും വിഭവങ്ങളും മതിയാവില്ല എന്നതിൽ സംശയമില്ല. നമ്മുടെ സംസ്ഥാനത്തെ പുനർനിർമ്മിക്കുക എന്നതിനാണ് നാം ഊന്നൽ നൽകുന്നത്.
എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റ് വികസന പ്രവർത്തനങ്ങളെ അവഗണിക്കുമെന്നല്ല. വികസന പ്രവർത്തനങ്ങളെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെയും സമന്വയിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. 2-3 ചട്ടമ്പിമാർ നിന്ന് നാമം ജപിച്ചത് കൊണ്ടല്ല ശബരിമലയിൽ വനിതകൾ കയറാത്തതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. സർക്കാരിന് വാശിയുണ്ടായിരുന്നെങ്കിൽ എന്നേ യുവതികൾ കയറുമായിരുന്നുവെന്നും സർക്കാരിന് ആരെയും കയറ്റണമെന്ന് വാശിയില്ലെന്നും കടകംപള്ളി പ്രതികരിച്ചു. തീർത്ഥാടന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിസന്ധികൾ ഈ മണ്ഡലകാലത്തുണ്ടായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പോലീസിന് ഒറ്റ താപ്പേ ഉള്ളൂ. ആ താപ്പെന്ന് പറയുന്നത് ഇവിടെ വളരെ സമാധാനപരമായിട്ടും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെയും ഒരു തീർത്ഥാടന കാലം. അതുകൊണ്ടല്ലേ മറ്റേ നെയ്ത്തേങ്ങയിട്ട് കുറുക്കിൽ കുത്തിയിട്ടും പോലീസ് അനങ്ങാത്തത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും കയറ്റണമെന്നുള്ള വാശിയോ നിർബന്ധമോ ഗവൺമെന്റിനില്ല. അത് ആദ്യം മനസ്സിലാക്കൂ. അങ്ങനെ ഒരു വാശിയും ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴേ കയറിയാൻ എന്ത് സംശയം എന്താ ഇത്? നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന് അതിനുള്ള ശക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ. 2-3 ചട്ടമ്പിമാർ ഇവിടെ നിന്ന് ഇങ്ങനെ തടയുന്നത് കൊണ്ടാണ്, ശരണം വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ യുവതികൾ പ്രവേശിക്കാത്തതെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഈ സർക്കാരിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങളുടെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണെന്നൊന്നും ദയവ് ചെയ്ത് കരുതി കളയരുത്. അത്രയ്ക്കും അഹങ്കരിക്കരുത്. സർക്കാരിന് താല്പര്യമില്ല. അങ്ങനെ ഒരു താല്പര്യവും സർക്കാരിന്. അത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മുന്നിൽ ഉള്ളത് എന്താ? പാർലമെന്റിന് പാസ്സാക്കുന്ന നിയമത്തിന് തുല്യമായിട്ടുള്ളൊരു വിധി നമ്മുടെ മുന്നിലുണ്ട്. ആ വിധി നടപ്പിലാക്കില്ലെന്ന് പറയാൻ ഗവൺമെന്റ് ആവില്ല. ശ്രീധരൻപിള്ള പറയുന്നില്ലല്ലോ. പിന്നെ സർക്കാർ പറയണമെന്ന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താ? കാരണം നിരീക്ഷണ സമിതിയിലെ അംഗങ്ങളാരാ? വളരെ ബഹുമാന്യരും ദീർഘകാലം ദേവസ്വം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള 2 സീനിയേഴ്സ് ആയിട്ടുള്ള ജഡ്ജിമാരാണ്. ഒരാളാകട്ടെ നിരവധി വർഷക്കാലം ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ക്രമസമാധാന പാലനം അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സീനിയറായിട്ടുള്ള ഒരു DGPയുമാണ്. ഇപ്പം ഇവർ 3 പേരും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കെടുക്കാൻ നടക്കുന്നവരാണെന്നുള്ള ധാരണ എന്നെ നയിച്ചില്ല. എൻ്റെ ബോധ്യം അതാണ്. ഇപ്പോഴും ആ ബോധ്യം അതാണ്. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് ഇവരെ ആ കാര്യത്തിന് മാത്രമാണ് നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോധ്യം മാറ്റും. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് അപകടം ഉണ്ടായി. 2 നാവികർ മരിച്ചു. ഹെലികോപ്റ്റർ ഹാങ്ങറിന്റെ വാതിൽ ഉദ്യോഗസ്ഥരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകും. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? രാവിലെ 11:30 ആയിരുന്നു അപകടം ഉണ്ടായത്. ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ ഹെലികോപ്റ്റർ പാർക്കിംഗ് സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഈ ഇവിടുത്തെ ഹാങ്ങറിന്റെ വാതിൽ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. നവീകരണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. ഇതിലൂടെ നാവികരായ അജിത്തും നവീനും ഇതുവഴി കടന്നു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഹാങ്ങറിന്റെ വാതിൽ ഇവരുടെ ദേഹത്തേക്ക് വീണത്. 10 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഇരുമ്പ് വാതിൽ ദേഹത്ത് വീണതോടെ ഗുരുതരമായി ഇരുവർക്കും പരിക്കേറ്റു. ഉടൻ തന്നെ ഇരുവരെയും നാവികസേന ആസ്ഥാനത്തിനകത്ത് തന്നെയുള്ള INS സഞ്ജീവനി എന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ അജിത്തും നവീനും ചീഫ് പെറ്റി ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇരുവരും ഇതര സംസ്ഥാനക്കാരാണ് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേവി ഔദ്യോഗികമായൊരു പത്രക്കുറിപ്പ് അല്പസമയത്തിനകം തന്നെ പുറത്തിറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരുടെ പേര് വിവരം സംബന്ധിച്ചെല്ലാം അതിലായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം അവർ നൽകുക. ഏതായാലും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇതര സംസ്ഥാനക്കാരായ അജിത്ത്, നവീൻ എന്നീ ചീഫ് പെറ്റി ഓഫീസർ തസ്തികയിലുള്ള 2 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് വന്ന ശേഷം ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഇവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ വാതിൽ എങ്ങനെ തകർന്നു വീണു എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുമെന്നും നേവി അറിയിച്ചിട്ടുണ്ട്. ശരി ഉമേഷ്, കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ദുഃഖകരമായ വാർത്തയാണ്. അജിത്, നവീൻ എന്നീ നാവികസേന ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിന്റെ ഹാങ്ങർ തകർന്നു വീണ് മരിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ നാവികസേന നൽകേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ലഭിക്കും എന്നാണ് ഉമേഷ് നൽകുന്ന വിശദാംശങ്ങൾ. ഒരിടവേള. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്, ഞങ്ങളുടെ പ്രതിനിധി. വിഷ്ണു, മണ്ഡലകാല പൂജയ്ക്ക് ശേഷം നട അടച്ചിരിക്കുന്നു. വൈകിട്ട് എപ്പോഴാണ് ഭക്തർക്കായി നട തുറക്കുക? മറ്റ് ക്രമീകരണങ്ങൾ, ഏറ്റവും പുതിയ സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങൾ?
ആനന്ദ്, ഇപ്പോൾ മണ്ഡലപൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ചിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ 18ാം പടി ശൂന്യമാണ്. വളരെ ഒറ്റപ്പെട്ട ഭക്തർ മാത്രമേ വരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും അവർക്കിനി ദർശനം 3 മണിക്ക് ശേഷം മാത്രമാണ്. 1 മണിയോട് കൂടി മണ്ഡലപൂജ കഴിഞ്ഞ് നടയടച്ചു. ഇനി ഇന്നത്തോടു കൂടി ദർശനം അവസാനിക്കുകയാണ്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഈ മണ്ഡലകാലത്തെ മണ്ഡലപൂജയോട് കൂടിയുള്ള നടയടയ്ക്കും. ശേഷം ഇനി ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. ശേഷം ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സന്നിധാനത്ത് യോഗം ചേർന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതുപോലെ ഈ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസും ദേവസ്വം ബോർഡും ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നിരവധി ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്തെത്തി പൊന്നമ്പലവാസനെ കണ്ട് തൊഴുതു മടങ്ങിയത്. സർവാഭരണ വിഭൂഷിതനായി തങ്കയങ്കി ചാർത്തിക്കൊണ്ട് ശബരിമലയിൽ നിരവധി പേർ ഈ പൊന്നമ്പലവാസനെ കാണാൻ വേണ്ടി എത്തുകയുണ്ടായി. ശ്രീകോവിൽ ഇപ്പോൾ ശൂന്യമാണ്. അയ്യനെ ഇനി കാണണമെങ്കിൽ 3 മണിയാകണം. അതുവരെയുള്ള സമയം എത്തുന്ന ഭക്തർ മാളികപ്പുറത്തും അതുപോലെ നടപ്പന്തലിലുമായി കാത്തു നിൽക്കും. ശേഷം 3 മണിക്ക് ദിവ്യദർശനത്തിനായി നട തുറക്കുമ്പോൾ ബാക്കി ഭക്തർ ഇനിയും നിരവധി പേർ വരാനുണ്ട്. 10 മണി വരെ മാത്രമേ ദർശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തർക്ക് അവസാന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കാണുന്നതിന് വേണ്ടി നിരവധി പേർ ശബരിമലയിൽ ഈ സന്നിധാനം തേടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം അല്ലെങ്കിൽ മണ്ഡലകാല വ്രതം അത് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. ശേഷം ഇനി മകരവിളക്ക് മഹോത്സവത്തിനായി എത്തുന്ന ഭക്തരെ നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ട ഒരുക്കങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും ചേർന്ന് ഇപ്പോൾ സന്നിധാനത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും ഈ ഒരു മണ്ഡലകാലം വളരെ ഭക്തർക്ക് അനുകൂലമായ രീതിയിൽ സഹായകരമായ രീതിയിൽ ഇപ്പോൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കാം. ആനന്ദ്, വിഷ്ണുപ്രസാദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് തത്സമയം നൽകിക്കൊണ്ടിരുന്നത്. മണ്ഡലകാല പൂജകൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രധാന പൂജയും കഴിഞ്ഞിരിക്കുന്നു. നടയടച്ചു. വൈകിട്ട് 3:30 വീണ്ടും ഭക്തർക്കായി നട തുറക്കും. അതിനുശേഷം നടയടച്ചാൽ ഈ മാസം 30-നാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിഷ്ണുപ്രസാദ് നൽകിയത്. ഒരിടവേള കൂടി. രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായി 3 ജാതിയിൽപ്പെട്ടവരെ പരിഗണിക്കൂ എന്ന നിലപാടിൽ ദില്ലി ഹൈക്കോടതി കേന്ദ്രത്തിന്റെ വിശദീകരണം തേടി. കേന്ദ്ര സർക്കാരിനും കരസേനാ മേധാവിക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ഹരിയാന സ്വദേശി ഗൗരവ് യാദവ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായി 3 ജാതിയിൽപ്പെട്ടവരെ പരിഗണിക്കുന്ന സംഭവത്തിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം, കരസേനാ മേധാവി, കമാൻഡന്റ് ഓഫ് ദി പ്രസിഡന്റ് ബോഡിഗാർഡ് ആൻഡ് ഡയറക്ടർ, കരസേന റിക്രൂട്ട്മെന്റ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ എസ് മുരളീധർ, സഞ്ജീവ് നരൂല എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹരിയാന സ്വദേശി ഗൗരവ് യാദവ് സമർപ്പിച്ച ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കാനായി കോടതി മെയ് 8-ലേക്ക് മാറ്റി. 2017-ൽ രാഷ്ട്രപതിയുടെ ബോഡിഗാർഡ് റിക്രൂട്ട്മെന്റിൽ ഗൗരവ് യാദവ് പങ്കെടുത്തിരുന്നു. എന്നാൽ ജാട്ട്, രാജ്പുത്, ജാട്ട് സിഖ് എന്നീ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ജോലിക്കായി ക്ഷണിച്ചതെന്നും ഗൗരവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിക്രൂട്ട്മെന്റിൽ എല്ലാ തരത്തിലുമുള്ള പരീക്ഷകളും ജയിച്ചെങ്കിലും ഗൗരവ് യാദവ് വിഭാഗത്തിൽപ്പെട്ടതിനാൽ പരിഗണിച്ചില്ലെന്നാണ് പരാതി. സർക്കാർ ജോലികൾക്ക് വിവേചനം പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്ന് ഗൗരവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നാണ് ഗൗരവിന്റെ വാദം. ആർട്ടിക്കിൾ 15-ലെ 1-ാം വകുപ്പ് പ്രകാരം ജാതി, മതം, ലിംഗം, വർണ്ണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിവേചനം പാടില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വനിതാ മതിലിനെ പിന്തുണച്ച് എഴുത്തുകാരി മ്യൂസ് മേരിയുടെ പ്രതികരണം. കേരളം എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ജാതി വിവേചനത്തെയും മതാധിപത്യ ശക്തികളെയും സാമ്പത്തികമായ ചൂഷണത്തെയും പൗരാവകാശ ലംഘനങ്ങളെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം അതിൻ്റെ വ്യത്യസ്ത രൂപമാതൃകകളിലൂടെ പ്രയോഗിക്കപ്പെട്ടത്. എന്നാൽ
നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മൾ പടിക്ക് പുറത്തു നിർത്തിയ മതാധിപത്യവും ലൈംഗികമായിട്ടുള്ള വിവേചനങ്ങളും ജാതി വിവേചനങ്ങളും ഒക്കെ പുതിയ രൂപത്തിൽ, സാമ്പത്തിക ചൂഷണവും ഫ്യൂഡലിസ്റ്റ് പ്രവണതകളും ഒക്കെ പുതിയ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം നിർമ്മിക്കലാണ് വനിതാ മതിലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയുടെ അനുഭവകർത്തൃത്വത്തിനും സാമൂഹ്യ ആവിഷ്കാരങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ജാതീയമായിട്ടുള്ള തുല്യതയ്ക്കും ഒക്കെ വേണ്ടി കേരളത്തിൻ്റെ വടക്കുനിന്ന് തെക്കുവരെയുള്ള സ്ത്രീകൾ അണിനിരക്കുന്ന ഈ മതിലിൽ ഞാനും പങ്കുചേരുന്നു. വനിതാ മതിലിന് എൻ്റെതായിട്ടുള്ള അഭിവാദ്യങ്ങൾ. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. യുവ വനിതാ സംരംഭകർക്കായി കൈരളി പീപ്പിൾ TV ഒരുക്കിയ ജ്വാല പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും. കോഴിക്കോട് കടവ് റിസോർട്ടിൽ കൈരളി TV ചെയർമാൻ പത്മശ്രീ മമ്മൂട്ടിയാണ് അവാർഡുകൾ വിതരണം ചെയ്യുക. സാമൂഹ്യോന്മുഖ യുവസംരംഭക, നവാഗത യുവസംരംഭക, മുഖ്യധാര യുവസംരംഭക എന്നീ 3 വിഭാഗങ്ങളിലായാണ് കൈരളി പീപ്പിൾ TV ജ്വാല അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൈരളി TV ചെയർമാൻ പത്മശ്രീ മമ്മൂട്ടി വാർത്തകളിൽ നിന്ന് കണ്ടെത്തിയ ഒരു വനിതയ്ക്ക് പ്രത്യേക പുരസ്കാരം നൽകും. നാളെ വൈകുന്നേരം 4:30 കോഴിക്കോട് കടവ് റിസോർട്ടിൽ മന്ത്രി TP രാമകൃഷ്ണൻ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ടെക്നോക്രാറ്റ് G വിജയരാഘവൻ, വ്യവസായ സംരംഭക ലക്ഷ്മി മേനോൻ എന്നിവരുൾപ്പെട്ട വിധി നിർണയ സമിതിയാണ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത്. LDF കൺവീനറും കൈരളി TV ഡയറക്ടറുമായ A വിജയരാഘവൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ TR അജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.